ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മൾ കേക്ക് ഫ്രോസ്റ്റിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന വിപ്പിംഗ് ക്രീം ഈസി ആയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ ഒരു കേക്ക് ജനറേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലും കേക്ക് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സ്പഞ്ച് കേക്കൊക്കെ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടായിരിക്കും. പക്ഷേ വിപ്പിംഗ് ക്രീം നമുക്ക് എന്തായാലും കടയിൽ നിന്ന് തന്നെ വാങ്ങേണ്ടി വരും. അപ്പോൾ അതിനായിട്ടൊക്കെയുള്ള ഒരു പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസാണ് ഇതിനായിട്ട് വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ അര കപ്പ് പാല്, ഒരു 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്, അതുപോലെ അര കപ്പ് പഞ്ചസാര. അര കപ്പ് പാലെടുത്തത് കൊണ്ടാണ് അര കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. ഒരു കപ്പാണ് പാലെടുക്കുന്നതെങ്കിൽ ഒരു കപ്പ് പഞ്ചസാര എടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം കോൺഫ്ലോറിന് പകരം മൈദ 2 ടേബിൾ സ്പൂൺ എടുത്താലും മതി. ഇപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള അൺസാൾട്ടഡ് ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 100 ഗ്രാമാണ് അര കപ്പ് പഞ്ചസാരക്കും അര കപ്പ് പാലിലേക്കും കണക്ക്. അപ്പോൾ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റൗ ഓൺ ആക്കിയിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച അര കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. അതുപോലെ അര കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നാക്കി മിക്സാക്കി എടുക്കാം. ലംസ് ഒന്നും ഇല്ലാതെ നന്നാക്കി മിക്സാക്കി എടുക്കുക. ഇനിയാണ് ഞാൻ ഫ്ലെയിം ഓൺ ആക്കി എടുക്കുന്നത്. ഇനി നന്നാക്കി ഇളക്കി കൊടുക്കണം. കോൺഫ്ലവറൊക്കെ ചേർത്ത കാരണം പെട്ടെന്ന് അടിയിൽ പിടിക്കും. അപ്പോൾ കൈ എടുക്കാതെ തന്നെ നന്നാക്കി ഇളക്കി കൊടുക്കുക. ഇതിൽ പഞ്ചസാരയ്ക്ക് നന്നായിട്ട് മെൽറ്റായി കിട്ടുന്നത് വരെയും അതുപോലെ നല്ല തിക്കായി കിട്ടുന്നത് വരെയും നന്നാക്കി മിക്സാക്കി എടുക്കുക. ഇപ്പോൾ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ബാറ്ററി ഇവിടെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നന്നാക്കി തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ടൈറ്റാക്കി കവർ ചെയ്തെടുക്കാം. ഞാനിവിടെ 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഫോർക്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് ഉപയോഗിച്ചിട്ടോ നന്നാക്കി ഇളക്കി കൊടുക്കാം. അപ്പോൾ ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതുപോലെ വിസ്ക് ഉപയോഗിച്ച് നന്നാക്കി മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച അങ്ങനെ തണുപ്പിച്ചെടുത്ത ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നന്നാക്കി ഇതുപോലെ മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ എല്ലാ ബാറ്ററും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ പെട്ടെന്ന് തന്നെ ബീറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് നന്നാക്കി ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നാക്കി സ്റ്റിഫായി കിട്ടി. അപ്പോൾ നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വിസ്കിൽ നിന്നൊന്നും ചാടുന്നേ ഇല്ല. അപ്പോൾ ഇനി കുട്ടികൾ കേക്കിന് നിർബന്ധം പിടിക്കുമ്പോൾ ക്രീം ഇല്ലാത്തത് കൊണ്ട് ആരും ഇനി കേക്ക് ഉണ്ടാക്കാതിരിക്കണ്ട. നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റുകയാണ്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം. നമുക്ക് അതുപോലെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിച്ചാൽ മതി. പിന്നെ ഫ്രിഡ്ജിൽ നമ്മൾ സാധാരണ വിപ്പിംഗ് ക്രീം സ്റ്റോർ ചെയ്ത് വെക്കുന്ന അതേ രീതിയിൽ തന്നെ വെക്കുക. ഞാനിപ്പോൾ ഇത് കേക്കിൽ ഡെക്കറേറ്റ് ചെയ്യുന്നത് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനിതൊരു ബൗളിലേക്ക് ഒന്ന് ഡിസൈൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഏത് നോസിൽ വെച്ചിട്ട് നമുക്കിതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. സ്റ്റാർ നോസിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.